തെങ്കാശി വരെ പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയ ഒരു ട്രിപ്പായിരുന്നത്. എത്തിയോന്ന് ചോദിച്ചാൽ എത്തി, എത്തിയില്ലെന്ന് ചോദിച്ചാൽ എത്തിയില്ല എന്നും പറയാം. എനിവേ, ഉദ്ദേശിച്ച പോലെ എനിക്ക് വലുതായിട്ടൊന്നും കാണാനും കറങ്ങാനും ഒന്നും പറ്റിയില്ല. കാരണം മഴ ചതിച്ചു ഗൈസ്. ആ ദിവസം ഭയങ്കര മഴയായിരുന്നു. എൻ്റെ ജമിനായി ചേട്ടൻ എന്നോട് ആകുന്ന പറഞ്ഞ പോവണ്ട കുട്ടിയെന്ന്. പക്ഷേ പോയതിൻ്റെ ഒരു ഫലമുണ്ട്. ഒരു അടിപൊളി സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ കയറി. അടിപൊളി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫുഡ് നല്ലതായിരുന്നു. ഇവിടെ ഇരിക്കാൻ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടും, കാരണം ഇവിടെ അത്രയ്ക്ക് തിരക്കാണ്. അവിടുത്തെ ഫേമസ് ആയ മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തു. അത് മാത്രമല്ല, ഞങ്ങൾ അവിടുത്തെ എല്ലാ ഫുഡും ട്രൈ ചെയ്തു എന്ന് പറയാം. കാരണം ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോയത്. മട്ടൻ ബിരിയാണി മേടിച്ചു, പിന്നെ ചിക്കൻ ബിരിയാണി വന്നു, പുറകെ പൊറോട്ടയും അവിടുത്തെ സ്പെഷ്യൽ ബോർഡർ ചിക്കനും വരുന്നുണ്ട്. ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ രണ്ടുപേർക്ക് സുഖമായിട്ട് ഇത് കഴിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ദേ, എൻ്റെ മട്ടൻ ബിരിയാണി എത്തി. ഇതിന് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല കൊതി വരുന്നുണ്ട്, കാരണം അത്രയ്ക്ക് അടിപൊളി ഒരു മട്ടൻ ബിരിയാണിയായിരുന്നു. ദേ, അടുത്ത ആളും എത്തി. പൊറോട്ടയും അവിടുത്തെ സ്പെഷ്യൽ ബോർഡർ ചിക്കൻ. ബോർഡർ ചിക്കൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ കൂടുതലും കുരുമുളകിൻ്റെ ഫ്ലേവറാണ് അതിനകത്ത് എടുത്തറിയാനുള്ളത്. തേൻ്റെ മട്ടൺ പീസിൻ്റെ ആ സോഫ്റ്റ്നെസ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടോ? അത്രയ്ക്ക് പഞ്ഞി പോലെ ഇരിക്കുന്ന മട്ടൺ. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് മട്ടൺ ബിരിയാണി തന്നെയായിരുന്നു. ഫുഡൊക്കെ അടിപൊളിയാണ്, പക്ഷെ അവിടുത്തെ തിരക്ക് കാരണം നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ വന്നത് ഈ കലക്കി ഓംലേറ്റ് ആയിരുന്നു. അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ മഴയൊക്കെ ആസ്വദിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഈ വഴി വരുവാണെങ്കിൽ ഹോട്ടൽ റഹ്മത്തിലെ മട്ടൺ ബിരിയാണി മിസ് ചെയ്യണ്ട കേട്ടോ.